കുഴപ്പമൊന്നുമില്ല. സമയത്തിന് മരുന്നുകൾ കഴിച്ചാൽ മതി. പിന്നെ ഭക്ഷണവും കൃത്യസമയത്ത് തന്നെ കഴിച്ചാൽ മതി. അതെ അതെ, അങ്ങനെ കൃത്യസമയത്ത് മരുന്നുകളും ഭക്ഷണവും കഴിച്ചിരുന്നെങ്കിൽ മോൻ ഇപ്പൊ വന്ന് പരിശോധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ തന്നെ മരുന്നുകൾ കഴിക്കാൻ ആരെങ്കിലും ഓർപ്പിക്കണം. ദാ ഇപ്പൊ കുട്ടികൾ കൂടി വന്നപ്പോ അവരുടെ ഒപ്പം ഏത് സമയവും ക്ഷീണം ഉണ്ടായാലും മരുന്നുകൾ കഴിക്കില്ല. ആണോ മുത്തശ്ശി? ഇവര് വെറുതെ പറയാ കുട്ടി, ഞാൻ എല്ലാം കൃത്യസമയത്ത് തന്നെ കഴിക്കുന്നുണ്ട്. ഉവ്വ ഉവ്വ. മോനെ, ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? ഏയ്, കുഴപ്പമൊന്നും കാണണില്ല. മരുന്നുകൾ കഴിക്കാതെ വന്നപ്പോൾ പെട്ടെന്നുണ്ടായൊരു തളർച്ച മാത്രമേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. ഭക്ഷണവും മരുന്നും കൃത്യസമയത്ത് തന്നെ കഴിക്കാം. ഇനി കൂടുതൽ തളർച്ച വന്നാൽ എന്നും കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിക്കുക, അത്രമാത്രം. എങ്കിൽ മുത്തശ്ശി, ഞാൻ ഇറങ്ങട്ടെ. എന്താ കുട്ടി, ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ പോണോ? എന്തു ചെയ്യാനാ, പോയേ നിവർത്തിയുള്ളൂ. അല്ലേ വേണുമാഷ് പണ്ട് കുട്ടികളെ തല്ലിയിരുന്ന ചൂരൽ കഷായില്ലേ, അത് ഈ പാവത്തിന്റെ മേലെ പ്രയോഗിക്കും. അതെന്താ? എവിടുന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. അതിന്ന് തന്നെ പോയി കാണണമെന്ന് അച്ഛൻ ഒരേ നിർബന്ധം. താല്പര്യം ഉണ്ടായിട്ടല്ല, പറഞ്ഞതുകൊണ്ട് ഒന്ന് വെറുതെ പോയി മുഖം കാണിച്ചിട്ട് വരാം. എന്താ മോനെ ഇത്? വേണുമാമയ്ക്ക് ഇത്രയും പ്രായമായില്ലേ, അദ്ദേഹത്തിന് ആഗ്രഹം കാണില്ലേ മോനൊരു ജീവിതമൊക്കെ? താല്പര്യമില്ലാഞ്ഞിട്ടല്ലല്ലോ, ആരും ബോധിക്കണില്ല. അച്ഛനിടയ്ക്ക് പറയാറുണ്ട്, വിധിച്ച ആളെ തന്നെ ഈശ്വരൻ മുമ്പിൽ കൊണ്ട് തരൂന്ന്. ഈശ്വരന്റെ ഹിതം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. സാരല്ല കുട്ടി, ഈശ്വരൻ എല്ലാം അറിയണുണ്ട്. മോന് വിധിച്ച ഒരു കുട്ടിയെ തന്നെ മോന് കിട്ടും. അയ്യോ ഭാനുക്കുഞ്ഞെ, ഒന്ന് വേഗം വായോ. എന്താ കമലേച്ചി? അത് കുഞ്ഞെ, മീനുക്കുഞ്ഞ് അടുക്കളയിൽ കാല് തന്നെ വീണു. ഈശ്വര, എന്റെ മോള്. ജഗ, എന്താന്ന് പോയി നോക്ക്. ആ അമ്മേ. ആ അമ്മ, എൻ്റെ കാല്. ഏത് നേരത്താണോ എൻ്റെ കൃഷ്ണ എനിക്ക് മാങ്ങ കഴിക്കാൻ തോന്നിയത്? കമലേച്ചി എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോഴേ സമ്മതിക്കേണ്ടതായിരുന്നു. വെറുതെ വേണ്ടാത്ത പണിക്ക് പോയി. ഇനിയിപ്പോൾ അമ്മ അറിഞ്ഞു വന്ന ചേലായി. ഉറപ്പായിട്ടുള്ള ചീത്ത കേൾക്കേണ്ടി വരും എൻ്റെ കൃഷ്ണ. മീനു, മീനു, അയ്യോ മോളെ എണീക്ക്. എണീക്കാൻ പറ്റുന്നില്ല അപ്പച്ചി. റൂം എവിടെയാ? മുകളിലോ മോനെ? ഇത് സ്ഥിരാണല്ലേ? എന്ത്? അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൽ സ്വയം ചെന്ന് ചാടുന്നത്. അത് മനഃപൂർവ്വമല്ലല്ലോ, അറിയാണ്ട് പറ്റുന്നതല്ലേ. എന്താ ചിരിക്കുന്നേ? അല്ല, ഈ നാവില്ലായിരുന്നെങ്കിൽ താൻ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്ത് ചിരിച്ചതാ. ഓ അതെ, എൻ്റെ റൂം എത്തി. എന്നെ താഴെ ഇറക്ക്. താഴെ ഇടട്ടെ? ബെഡിൽ കിടത്തിയാൽ മതി. ഹോ എൻ്റെ കൃഷ്ണ, എങ്ങനെ പോയാലും ഇയാളുടെ മുന്നിലാണല്ലോ അവസാനം ചെന്ന് എത്തിപ്പെടുന്നത്. മീനു, നിനക്കെന്താ പറ്റിയത്? അതമ്മ, ഞാൻ ഭരണി എടുക്കാൻ കയറിയപ്പോ. ഭരണിയോ? നിനക്കെന്താ ഇപ്പൊ ഭരണി എടുക്കേണ്ട ആവശ്യം? അതപ്പച്ചി, അത് കുഞ്ഞെ, തട്ടിന്മേല് ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു. അത് മീനുക്കുഞ്ഞ് എടുക്കാൻ കയറിയതാ. ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞതാ. എന്നെ സമ്മതിക്കാതെ തന്നെ കയറിയതാ. കൊരണ്ടിയിൽ കയറി കാല് തന്നെ വീണു. എന്താ മീനു, കമലേച്ചി എടുത്തു തരില്ലായിരുന്നോ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം ചെയ്തത്? അത് വല്യമ്മേ, കമലേച്ചിയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ. നല്ല കാര്യമായി. ഇപ്പൊ ബുദ്ധിമുട്ടൊട്ടുമില്ല അല്ലേ മീനു? അച്ഛനിങ്ങ് വരട്ടെ. മോനെ ദേവ, മോനൊന്ന് നോക്കുവോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാലോ. ഞാൻ നോക്കാം. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല.
കാലിടറിയതോ മറ്റോ ആണ്. എങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് നല്ലതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയാലോ. ശരി മോനെ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ. എന്താ കവി, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ വന്നിട്ട് നിനക്കൊരു സന്തോഷമില്ലല്ലോ. എന്താ കവി? ഒന്നുമില്ല, എന്നെ ഒന്ന് വെറുതെ വിട് കല്ലുവെച്ചി. വെറുതെ വിടാൻ ഉദ്ദേശമില്ല. ഇനി എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ പോകുന്നതോർത്താണോ നിനക്ക് വിഷമം? അത് സാരമില്ല കവി, ഞാനും ഗിരിയേട്ടനും ഇടയ്ക്ക് വരാം. ഓ, ഒന്നുമില്ല എൻ്റെ കല്ലുവെച്ചി, എന്നെ ഒന്ന് വെറുതെ വിടാമോ? ഓ, ഞാനൊന്നും പറയുന്നില്ലേ. കവി. ജാനു, നീ വന്നത് നന്നായി. ദാ ഇവിടെ ഒരാൾ കുറെ നേരമായി മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ നീ തന്നെ ചോദിച്ചു നോക്ക് എന്താ കാരണമെന്ന്. എന്താ കവി, എന്താ പറ്റിയത്? ഒന്നുമില്ല ജാനു. ഉണ്ട് ജാനു, എന്തോ കുഴപ്പമുണ്ട്. ഇത് കുറെ നേരമായി എന്തെങ്കിലും ആലോചിച്ച് വിഷമിച്ചിരിക്കും. കാരണം തിരക്കിയാലോ ഒന്നും പറയില്ല. എന്താ കവി, എന്താ നിനക്ക് പറ്റിയത്? അത് ജാനു, ഞാൻ നിന്നോടൊരു കാര്യം പറയാതെ ഒളിച്ചു വെച്ചു. എന്ത് കാര്യം? അത് ജാനു, എനിക്ക് മഹിയേട്ടനെ ഇഷ്ടമാണ്. മഹിയേട്ടനോ? അതാരാ? അത് കല്ലുവെച്ചി, ഹരിയേട്ടൻ്റെ ഏട്ടനാ മഹിയേട്ടൻ. ഓ, ആ ബാങ്ക് മാനേജറെ പറ്റിയാണോ നീ പറയണേ? ആണോ കവി? അല്ല, എന്നിട്ട് നീ ഇപ്പോഴാണോ ഇതൊക്കെ പറയണേ? നിന്റെ എല്ലാ കാര്യം നീ ജാനിനോട് പറയണതാ. എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് ഇപ്പോഴല്ലേ നീ എല്ലാം തുറന്ന് പറയണേ? അത് കല്ലുവെച്ചി, കവിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഏട്ടൻ ഇത്തിരി ചൂടനാ, അതും കവിയുടെ അടുത്ത് മാത്രം. അതാ കവി ആരോടും പറയാണ്ട് ഇങ്ങനെ സൂക്ഷിച്ചത്. ഓഹോ ജാനു, നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. നീ പറയണ മുമ്പേ എനിക്കറിയായിരുന്നു. നീ തന്നെ എല്ലാം തുറന്നു പറയാൻ കാത്തിരുന്നതല്ലേ ഞാൻ. ഓ, അപ്പോ ഈ പൂച്ച ആരും അറിയാണ്ട് കല ഉടച്ചല്ലേ? എൻ്റെ കൃഷ്ണ, ഞാൻ വിചാരിച്ചു എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ പോകുന്നതിൻ്റെ വിഷമാണെന്ന്. ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. കവി, നീ എന്തിനാ വിഷമിക്കണേ? നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. കല്ലു, കേശു, ഞാൻ വീട്ടിൽ പോവാ. ഞാൻ നാളെ വരാട്ടോ. എന്ത് പറ്റി ഉണ്ണിക്കുട്ട? കുറച്ച് കഴിഞ്ഞ് പോവാലോ. ജാനേച്ചി കുറച്ച് കഴിയുമ്പോ വരില്ലേ? അപ്പൊ പോവാം. അത് എന്റെ കാല് വേദനിക്കുന്നുണ്ട്, എനിക്ക് മരുന്ന് കഴിക്കണം. ആണോ? എങ്കിൽ ഞങ്ങളും ഒപ്പം വരാം. തന്നെ പോയാ ഉണ്ണിക്കുട്ടൻ വീടില്ലേ? ഞങ്ങളും ഒപ്പം വരാം. ഏയ്, അത് കുഴപ്പമില്ല, ഞാൻ വീടില്ല. മരുന്ന് കഴിച്ചില്ലെങ്കിൽ വേദന കൂടും. ഞാൻ പോയി വേഗം മരുന്ന് കഴിക്കട്ടെ. എന്താ ഇവിടെ ഒരു ചർച്ച? ഇന്ന് കളിക്കാൻ തൊടിയിൽ പോകുന്നില്ലേ? ഇല്ല അച്ഛാ, ഉണ്ണിക്കുട്ടന് കാല് വേദനിക്കുന്നുണ്ടെന്ന്. ഉണ്ണിക്കുട്ടൻ വീട്ടിൽ പോവാന്ന് പറയാ. അയ്യോ ഉണ്ണിക്കുട്ട, എന്താ മോനെ? അത് കാല് വേദനിക്കുന്നുണ്ട്, എനിക്ക് മരുന്ന് കഴിക്കണം. ആണോ? എങ്കിൽ ഞാൻ കാറിൽ കൊണ്ടാക്കാം. മോനപ്പം വേഗം വീട്ടിൽ ചെല്ലാലോ. അത് സാരില്ല, ഞാൻ പോയിക്കോളാം. പാതി വഴിയിൽ ചെല്ലുമ്പോ ചിലപ്പോ ഇച്ചയുണ്ടാവും. ഞാൻ പോയിക്കോളാം. സൂക്ഷിച്ചു പോണോട്ടോ. ശരി. കല്ലു, കേശു, ഞാൻ പോവാ. നാളെ കാണാട്ടോ. ശരി ഉണ്ണിക്കുട്ട. പാവം ഉണ്ണിക്കുട്ടൻ അല്ലേ അമ്മേ? പാവം കുട്ടി. ഡാ, എവിടേക്കാ നീ ഇത്ര തിരക്ക് പിടിച്ച് പോകുന്നത്? എന്താ, നിന്റെ ചത്തുപോയവരൊക്കെ തിരിച്ചു വന്നോ? എനിക്ക് പോണം, എന്നെ വിട്. ഹാ,
നിക്ക് ചെക്ക, ഇപ്പോഴല്ലേ നിന്നെ കാണാൻ പറ്റുള്ളൂ. പിന്നെ നിന്നെ കാണണമെങ്കിൽ അങ്ങ് ഇളമ്പടിയിൽ വരെ വരണ്ടേ. എന്നാലും നിന്റെ യോഗം ഭയങ്കരം തന്നെ. ആരുമില്ലാതെ ഒരു ഗതിയുമില്ലാതിരുന്ന നിനക്ക് നിന്റെ ഇച്ഛയ്ക്കും ഇപ്പൊ രാജയോഗമല്ലേ. ഡാ ചെക്ക, നിന്റെ ഇച്ഛയെ ഞാൻ കല്യാണം കഴിക്കാം. ഞാൻ നോക്കിക്കോളാം അവളെ. നീ പറഞ്ഞാൽ അവൾ എന്തും കേൾക്കും. നീ ചെന്ന് പറ, ഈ രുദ്രന് ജാലിയെ തരാൻ ഞാൻ നോക്കിക്കോളാം അവളെ. ഇല്ല, നിങ്ങൾ ദുഷ്ടനാ. നിങ്ങൾ എന്റെ ഇച്ചയെ ഒരുപാട് ഉപദ്രവിക്കും. എന്റെ ഇച്ച പാവാ. നിങ്ങൾ ദുഷ്ടനാ. ഹാ, വിട്ടുകളയടാ മോനെ. ഇവൻ പറയില്ല. ഇവൻ അവളോട് ഒന്നും പറയില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളും അവൻ അവളോട് ചോദിക്കുകയില്ല. എടാ, അവൻ്റെ മറ്റവൻ്റെ വിവാഹം ഒരിക്കലും നടക്കില്ല. കാരണം എന്താണെന്നോ? നീ തന്നെ അതിൻ്റെ കാരണം. നീ ഉള്ളിടത്തോളം കാലം അവൾക്കൊരു സമാധാനവും ഉണ്ടാവില്ല. നിങ്ങൾ വെറുതെ പറയാ. ഞാനുള്ളപ്പോ ഇച്ചയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇച്ചയുടെ ഹരിയേട്ടന്റെ വിവാഹം നടക്കുമല്ലോ. എനിക്കറിയാം. നിങ്ങൾ വെറുതെ പറയാ. നിന്നെ ഇനി എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കും? എടാ ചെക്ക, നീ അവൾക്കൊരു ബാധ്യതയാ. നിനക്ക് വേണ്ടിയല്ലേ അവൾ പഠിത്തം പോലും നിർത്തി നിനക്ക് വേണ്ടി ജോലിക്ക് പോയത്. നിന്നെ ചികിത്സിക്കാൻ പണം വേണം. ആ പണത്തിന് വേണ്ടിയല്ലേ അവൾ ജോലിക്ക് പോയത്. നീ ഒരു ശാപജന്മമാ. അതുകൊണ്ടല്ലേ അവൾക്കൊരു നന്മയും ഇല്ലാത്തത്. നീ ജനിച്ചത് കൊണ്ടാ, നിന്റെ ശാപം കൊണ്ടാ നിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടത്. നീ നോക്കിക്കോ, ഈ വിവാഹം നടക്കില്ല. നടന്നാലും അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ഇതൊക്കെ മനഃപൂർവ്വം പറയണതാ. എന്നെ കരയിപ്പിക്കാൻ പറയണതാ. നീ വിശ്വസിക്കണ്ട. പക്ഷേ നിന്റെ ശാപജന്മം കൊണ്ടല്ലേ സാവിത്രിയും ബാലനും മരിച്ചത്. അതൊരിക്കലും നിനക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആ വിധി നീ ജീവനെ പോലെ കൊണ്ടു നടക്കുന്ന ജാനകിക്ക് ഉണ്ടാവും. ഇല്ല, ഇച്ചയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഒന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോകണം. അല്ലെങ്കിൽ അവരുടെ വിധിയായിരിക്കും അവൾക്കും വന്നു ചേരുന്നത്. നീ കൂടെയുള്ളപ്പോ അവൾക്ക് ദോഷം മാത്രമേ ഉണ്ടാവൂ. അവളുടെ ജീവിതം നരകമായിരിക്കും. ഭദ്ര, എന്താ ഇവിടെ? ഏയ്, ഒന്നുമില്ല വാര്യരെ. ഞങ്ങൾ വെറുതെ കുടുംബവിശേഷങ്ങൾ പറയുമായിരുന്നു. മാമേ, ഇവര് പറയാ എന്റെ ഇച്ചയ്ക്ക് ഞാൻ ബാധ്യതയാണെന്ന്. അച്ഛനും അമ്മയും പോയത് ഞാൻ കാരണമാണ്. എന്റെ ജന്മം ദോഷാണെന്ന്. എന്റെ ശാപജന്മാണെന്ന്. ഏയ്, ഇവൻ വെറുതെ പറയാ വാര്യരെ. ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ല മാമേ, സത്യമായിട്ടും അവര് പറഞ്ഞു. ഞാനുള്ളപ്പോ ഇച്ചയ്ക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഭദ്ര, വന്ന് എന്തും പറയുന്നാണോ? ഈ പാവത്തിന്റെ മനസ്സ് വിഷമിപ്പിച്ച ഈശ്വരൻ പോലും പൊറുക്കില്ല. ഓർത്തോ. കുട്ടൻ കരയണ്ടാട്ടോ. മോനെ വാര്യമാമ വീട്ടിലാക്കാട്ടോ. മോൻ വാ. കുട്ട, അവര് വെറുതെ പറഞ്ഞതാട്ടോ. മോനത് മനസ്സിൽ വെക്കണ്ട. പിന്നെ ഇതൊന്നും ജാനി മോളോട് പറയണ്ടാട്ടോ. മോൾക്കും കൂടി സങ്കടമാകും. ഞാൻ ഇച്ചയോട് പറയില്ലേ വാര്യമാമേ. അച്ഛാ, അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? നീ പേടിക്കാതെ മോനെ. ഇതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അവൻ തന്നെ ഒഴിഞ്ഞു മാറും. നീ കണ്ടോ, പിന്നെ ഒരു തടസ്സവും ഉണ്ടാവില്ല. അവൻ്റെ ശല്യം ഒഴിഞ്ഞു പോയാൽ നിനക്ക് അവളുമായിട്ട് ഈ നാട് വിടാം, ആരും അറിയാതെ. പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ? എന്ത് പറ്റി എൻ്റെ ഉണ്ണിക്കുട്ടന്? ഇന്ന് വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്താ കേശവും കല്ലും പിണങ്ങിയോ? പിന്നെന്താ, വസുവിനെ കണ്ടില്ലേ? കണ്ടു. അപ്പൊ അതുമല്ല. പിന്നെ എന്താ എൻ്റെ ഉണ്ണിക്കുട്ടന്റെ മുഖത്തൊരു വാട്ടം? ഉണ്ടല്ലോ, എന്തോ ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഉണ്ണിക്കുട്ടൻ ഇത്രയും വിഷമിച്ചിരിക്കില്ല. എന്താ കുട്ടാ, ഇച്ചയോട് പറ. അത് ഞാൻ അച്ഛനെ അമ്മയെ ഓർത്തപ്പോ. ഓ, അതാണോ? ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടനോട് ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന്?
എന്റെ കുട്ടൻ സങ്കടപ്പെട്ട അത് അച്ഛനും അമ്മയ്ക്കും വിഷമാവില്ലേ? അച്ഛന്റെ അമ്മയുടെയും ചിരിക്കുന്ന മുഖം കാണാനല്ലേ ഉണ്ണിക്കുട്ടൻ ഇഷ്ടം? അതെ. അപ്പൊ പിന്നെ കുട്ടൻ വിഷമിച്ചിരുന്ന അവർക്കും വിഷമാവില്ലേ? ഞാനിനി ഒന്നിനെ കുറിച്ച് ഓർത്തും സങ്കടപ്പെടില്ലേ? അച്ഛാ, ഉണ്ണിക്കുട്ടൻ പറയണ കേട്ടില്ലേ? ഇനി ഉണ്ണിക്കുട്ടൻ വിഷമിക്കില്ല കേട്ടോ. അച്ഛാ, അമ്മേ, ഇനി ഞാൻ വിഷമിക്കില്ല കേട്ടോ. അച്ഛനും അമ്മയും സങ്കടപ്പെടല്ലേ. ഇനി എന്റെ കുട്ടൻ പോയി കിടന്നേ. രാവിലെ നന്ദിനി പശുവിന് മണി കിട്ടണ്ടേ? വേണം. എങ്കിൽ പോയി കിടന്നേ ഇച്ചയുടെ കുട്ടൻ. ശരി. സുഭദ്രേ, നല്ല മഴക്കാറുണ്ട്. ആ മുളകെടുത്ത് അകത്ത് വെച്ചില്ലേ? അതെ ഏട്ടാ, എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ആരാ? നമസ്കാരം. നമസ്കാരം. ആരാ മനസ്സിലായില്ല. ഞങ്ങള് ഇളമ്പടിയിൽ നിന്ന് വരണതാ. ഞാൻ ജഗന്നാഥ വർമ്മ. ഇതെന്റെ അനിയൻ വിശ്വനാഥൻ. അത് വിശ്വനാഥന്റെ ഭാര്യയാണ് യമുന. അയ്യോ, ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. വരൂ, അകത്തേക്ക് വരൂ. നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇളമ്പടിയിലുള്ളവരെ കുറിച്ച്. പക്ഷേ നേരിട്ട് കാണണത് ഇപ്പോഴാ. അതാ ആദ്യം മനസ്സിലാവാഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കറിയാം, അമ്മ ഒരുപാട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. അതാ മനസ്സിലാവാഞ്ഞത്. ഗോപാലകൃഷ്ണൻ എന്തായിരുന്നു ജോലി? കൃഷി ഓഫീസിലായിരുന്നു. സ്ഥലം മാറ്റം കിട്ടി ഇവിടേക്ക് വന്നു. പിന്നെ ഈ നാട് വിട്ടു പോവാൻ ഒട്ടും മനസ്സ് വന്നില്ല. അതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോവാൻ തോന്നില്ല. ഇളമ്പടിയിലെ കുട്ടി ജോലി ചെയ്യുന്ന ബാങ്കിലാണ് ഞങ്ങളുടെ ഇളയ മകളും ജോലി ചെയ്യുന്നത്. അറിയാം, മഹി പറഞ്ഞിട്ടുണ്ട് കാവേരി മോളെ പറ്റി. ആണോ? ഗോപാലകൃഷ്ണ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത് തന്നെ മോളുടെ കാര്യം സംസാരിക്കാനാ. എന്താ? കാവേരിയെ ഞങ്ങളുടെ മകന് വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവന് കാവേരി മോളെ ഇഷ്ടമാണ്. അറിഞ്ഞു കാണുമല്ലോ ജാനിമോളുടെയും ഹരിക്കുട്ടൻ്റെയും കാര്യം. അതിനെ പറ്റിയൊരു സംസാരം ഉണ്ടായപ്പോഴാ മഹി കാവേരി മോളുടെ കാര്യം പറയണത്. അവൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങൾ ഇന്നേ വരെ എതിര് പറഞ്ഞിട്ടില്ല. ഇതിലും ഞങ്ങൾ ഒരു എതിർപ്പും കാട്ടിയിട്ടില്ല. എന്താ, എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. അത് ഇളമ്പടിയിൽ നിന്നൊരു ആലോചന വരികയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. പക്ഷേ ജീവിക്കേണ്ടത് അവരല്ലേ. മോളുടെ അഭിപ്രായം എന്താണെന്നറിയാതെ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. അതുറപ്പായും വേണം. മോളെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. മഹി ഇപ്പം എത്തും. വിരോധമില്ലെങ്കിൽ അവർക്ക് തമ്മിൽ സംസാരിക്കാൻ സാധിക്കുമോ? അതിനെന്താ, അവർ കണ്ട് സംസാരിക്കട്ടെ. അച്ഛാ. ആ, നീ വന്നോ? മഹി, ഇതാണ് കാവേരിയുടെ അച്ഛനും അമ്മയും. മോൾ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ഏയ് വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ശരി. കുറച്ച് ദിവസം സമാധാനമായിരിക്കാന്ന് കരുതിയപ്പോൾ ദാ കിടക്കുന്നു കുറേ ഫയൽസ്. എത്ര ശ്രമിച്ചിട്ടും ശരിയാവണില്ലല്ലോ എൻ്റെ കൃഷ്ണ. അല്ല, ഇതൊന്നും മഹിയേട്ടൻ അറിയണ്ടല്ലോ. എൻ്റെ ജീവിതം ഈ ഫയലിൽ തീരുമെന്നാ എനിക്ക് തോന്നണം എൻ്റെ കൃഷ്ണ. കാവേരി. മഹിയേട്ടനോ? അല്ല, മഹിയേട്ടൻ എന്താ ഇവിടെ? തൻ്റെ കയ്യിലല്ലേ ഞാൻ തന്ന ഫയൽസൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ വന്നതാ. ഓ, അതായിരുന്നു. അപ്പോൾ എന്നെ കാണാൻ വന്നതല്ല. കാവേരി. എന്താ ഏട്ടാ? ഇത് കഴിഞ്ഞെങ്കിൽ കുറച്ച് പേപ്പേഴ്സ് കൂടിയുണ്ട്. അത് താനൊന്ന് വായിച്ച് സൈൻ ചെയ്യണം. ഞാൻ ചെയ്യാം. എടോ, അത് ക്രോസ് ചെക്ക് ചെയ്യണം. മഹിയേട്ടൻ നോക്കിയ പേപ്പേഴ്സ് അല്ലേ, പിന്നെ ഞാനെന്തിനാ വായിച്ചു നോക്കുന്നേ? ഓ, അപ്പോൾ
ഞാനൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നാൽ താൻ അതും വായിച്ചു നോക്കാതെ അങ്ങ് സൈൻ ചെയ്യുമോ? ഞാൻ നോക്കിയെന്ന് കരുതി. ചെയ്യും. ആ, എന്താ? അതെ, ഞാനൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നാൽ താൻ അതും സൈൻ ചെയ്യുമോന്ന്. കുറേ നാളായില്ലേ ഈ മനസ്സിൽ എന്നെ ഇട്ട് നടക്കുന്നു. ഞാൻ തന്നെ അങ്ങ് വിവാഹം കഴിച്ചാലോ എന്ന് ആലോചിക്കുക. എന്താ തൻ്റെ അഭിപ്രായം? എന്താ ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലേ? അത്? ഏട്ടാ വെറുതെ പറയുന്നതല്ലേ? എടോ, എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. അത് ഇതിലും സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? എന്നെ വെറുതെ പറ്റിക്കാൻ പറയണതല്ലല്ലോ. തനിക്ക് എന്തായിട്ടാ തോന്നണേ? തന്നെ ഞാൻ പറ്റിക്കുകയാണെന്നാണോ താൻ വിചാരിക്കണേ? ഹാളിൽ എല്ലാവരും ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും വല്യച്ഛനും എല്ലാവരും വന്നിട്ടുണ്ട്. തനിക്ക് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ അവരോട് ചോദിക്കാം. വാ. അച്ഛാ, നിങ്ങൾ സംസാരിച്ചോ? അതെ അച്ഛാ, പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും ഇയാൾക്ക് വിശ്വാസം ആവണില്ല. മോളെ കാവേരി, മഹി മോളോട് പറഞ്ഞതൊക്കെ സത്യ. ഇവന് മോളെ ഇഷ്ടമാ. ഈ കാര്യം ഞങ്ങളോട് പോലും മഹി നാട്ടിലെത്തിയപ്പോഴാ പറയണത്. മോളെ ഞങ്ങൾക്കിഷ്ടമായി. ഞങ്ങൾ വന്നത് മോളുടെ അച്ഛനെയും അമ്മയും കണ്ട് ഈ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. വളച്ചുകെട്ടൊന്നും ഇല്ലാണ്ട് ഒരു വിവാഹാലോചന. ഇവിടെ ആർക്കും ഒരെതിർപ്പുമില്ല. ഇനി മോളുടെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. മോളെ ആരും നിർബന്ധിക്കില്ല കേട്ടോ. മോളുടെ തീരുമാനം എന്താണെങ്കിലും അത് തുറന്നു പറയാം. പേടിക്കണ്ട, ഞങ്ങളായിട്ട് ഒന്നിനും നിർബന്ധിക്കില്ല. മോളുടെ തീരുമാനം എന്താ? എനിക്ക് എതിർപ്പൊന്നുമില്ല. എനിക്ക് സമ്മതമാണ്. കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഉടനെ തന്നെ ജാതകം നോക്കാം. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല. അല്ല, ഉണ്ണിക്കുട്ടൻ എവിടെ മോളെ? ഉണ്ണിക്കുട്ടൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ കേശുവിൻ്റെ കല്ലുവിൻ്റെ ഒപ്പം തൊടിയിലേക്ക് പോയിട്ടുണ്ട്. ഹാ, ഇനി ഇപ്പോഴെങ്ങും നോക്കണ്ട. 3 ആളും കൂടിയാ പിന്നെ മറ്റാരെയും വേണ്ട. ഭാനുമ്മേ, മുത്തശ്ശി എവിടെ? അമ്മ ജയേട്ടൻ്റെയും വിഷുവിൻ്റെയും കൂടെ ജോൽസിനെ കാണാൻ പോയിട്ടുണ്ട്. നിങ്ങളെ ജാതകം നോക്കാൻ വേണ്ടി. ഇന്നലെ ജയേട്ടൻ മാധവേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. മോളുടെ ജാതകം വാങ്ങാൻ മാതാമാമ പറഞ്ഞിരുന്നു. ഏട്ടത്തി എപ്പോൾ വന്നു? ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. അത് നന്നായി. ഞാനിവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അല്ല, മീനൂട്ടി വീണെന്ന് ദേവേട്ടൻ പറഞ്ഞിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ആ, അത് കുഴപ്പമില്ല. അത് ചെറുതായിട്ട് കാലിടറിയതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ, അതെ അതെ, ചെറുതായിട്ട് കാലിടറിയതേ ഉള്ളൂ അല്ലേ മീനു? ഓ, ഈ അമ്മ വെറുതെ നാണം കെടുത്തും. ഏട്ടത്തി ഇങ്ങ് വന്നേ. ഇവിടെ ഇനി നിന്നാ ശരിയാവില്ല. അല്ല ഏട്ടത്തി, ഈ ദേവേട്ടൻ ആളെങ്ങനെയാ? ഏട്ടൻ ഒരു പാവവാ. മഹിയേട്ടനെ പോലെ കാഴ്ചയിൽ ഗൗരവം ഉണ്ടെന്നേ ഉള്ളൂ. ആളൊരു ശുദ്ധനാ. എന്താ മീനു? ഏയ്, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ അതെ, പാവം തന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് മാത്രമാണ് ഇത്രയും ഗൗരവം. ആ ജാനുമോളെ. ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് ബാങ്കിൽ പോയില്ലേ? ഏയ് ഇല്ല മോളെ, ഞാനും ഹരിയും കുറച്ച് ദിവസം ലീവാണ്. ഏട്ടത്തി ഒരു കാര്യം അറിഞ്ഞോ? ഈ വലിയ മഞ്ഞമന ഉരുകിട്ടോ. വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞ എൻ്റെ ഏട്ടന് ദാ ഇപ്പോൾ ഒരു പ്രേമം ഉണ്ടായിരിക്കുന്നു. ഉടനെ തന്നെ ഏട്ടനും ലോക്കാവാൻ പോവാ. മീനു, നീയും ഒന്ന് സൂക്ഷിച്ചോ. വൈകാതെ തന്നെ നീയും ലോക്കാവും. അതിന് സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, എനിക്ക് പറ്റുന്ന ആരെങ്കിലും വരണ്ടേ? അതിനൊരുപാട് സമയമെടുക്കും. ആ, അതിന് ബുദ്ധിമുട്ടുണ്ട്. നിനക്ക് യോജിക്കുന്ന ആള് ഈ നാട്ടിൽ തന്നെയുണ്ട്. ഇത്തിരി ഗൗരവക്കാരനാ. അതുകൊണ്ട് തന്നെ നിന്നെ വരച്ച വരയിൽ നിർത്താൻ കഴിയും. ഈ കുസൃതിയൊക്കെ അപ്പോൾ നിൽക്കും.
അതാരാ ഏട്ടാ? വേറാര്, ദേവൻ തന്നെ. അത് ശരിയാ, ഇവര് തമ്മിൽ നല്ല ചേർച്ചയുണ്ട് അല്ലേ ഏട്ടാ? ആ അതെ അതെ. ഏയ്, അയാളോ? എനിക്ക് വേണ്ട. ആളെ കാണുമ്പോൾ തന്നെ പേടിയാവും. എന്താ ഒരു ഗൗരവം? ആൾക്ക് സൗമ്യതയിലൊക്കെ സംസാരിക്കാൻ അറിയോ? അത് നിനക്ക് ദേവനെ പറ്റി ശരിക്കും അറിയാത്തത് കൊണ്ടാ. നിന്നേക്കാളും പാവമാ ഞങ്ങളുടെ ദേവൻ. അതെ അതെ, പാവം തന്നെ. മീനു, മഹി, ഒന്ന് വന്നേ. ദാ വരുന്നു അമ്മ. ഏട്ടത്തി, ഇപ്പൊ വരാട്ടോ. ശരി. എന്താ ഇത്രയും സന്തോഷം? എന്നെക്കുറിച്ച് ഓർത്തിട്ടാ? അത് അല്ല. അല്ലേ? അല്ല. പിന്നെ പിന്നെന്താ? അത് അത് ഒന്നില്ല. ഒന്നുമില്ലേ? ആരേട്ടൻ മാറ്. ആരെങ്കിലും വരും. ഞാൻ തന്നോടൊപ്പമല്ലേ, കണ്ടാലെന്താ? ജാനി, എൻ്റെ മുഖത്തേക്ക് നോക്ക്. നന്ദു, ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധമാണ് നന്ദു നിനക്ക്. അപ്പോൾ ഈ ചുണ്ടുകൾ തേൻ മധുരിക്കുമോ? ഹരിയേട്ട, വേണ്ട. ഏട്ടത്തി, അയ്യോ ഏട്ടാ, മീനുട്ടി മാറ്, ഞാൻ പോട്ടെ. നന്ദു പോവല്ലേ, നിക്ക്. എന്താ ഏട്ടാ? ഇനി പൊക്കോ. ഈ രണ്ട് കൂട്ടരുടെയും ജാതകത്തിൽ നല്ല ഒത്ത പൊരുത്താണ് കാണുന്നത്. ഈശ്വരന്റെ അനുഗ്രഹമുള്ള ജാതകമാണ്. ശിവപാർവതിമാരെ പോലെയാണ് ഇരു കൂട്ടരും. അശ്വതി നാളായ മഹേന്ദ്രന്റെയും കാർത്തിക നാളായ കാവേരിയുടെയും ജാതകപ്രകാരം 25-ാം വയസ്സിൽ, അതായത് അടുത്ത വർഷമാണ് മംഗല്യയോഗം കാണുന്നത്. വിവാഹ നിശ്ചയം ഈ വർഷം തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി നടത്തുക, അതാണ് ഉചിതം. അത് ഈ വർഷം എന്ന് പറയുമ്പോൾ ഈ ചിങ്ങ 8-ന് നല്ലൊരു മുഹൂർത്തം ഉണ്ട്. തിരുമേനി, ജാനകിയുടെയും ഹരിയുടെയും കാര്യം ഒന്നും പറഞ്ഞില്ല. ജാനകിയുടെയും ഹരിയുടെയും നല്ല ഒത്ത പൊരുത്താണ്. ഈശ്വരൻ ചേർത്ത് വെച്ച ബന്ധം പോലെ. ഒരു ശക്തിക്കും അവരെ പിരിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്താ തിരുമേനി? അവരുടെ ഒത്തുചേരലിൽ ചില അനർത്ഥങ്ങൾ വന്ന് ഭവിക്കും. കേട്ടിട്ടില്ലേ, തിരുവോണനാളും സീത എന്ന പേരും ഒരു പെൺകുട്ടിക്കുണ്ടായാൽ അതിൽ കണ്ണീരൊഴിഞ്ഞ നാളുകളില്ല. ദുഃഖങ്ങളും വിഷമങ്ങളും കൂടെപ്പിറപ്പാണ്. തിരുവോണ നാളായ ജാനകി സീതാദേവിയുടെ മറ്റൊരു പേര്. ജാനകിയുടെ മംഗല്യയോഗം കാർത്തിക നാളായ കാവേരിയെപ്പോലെ 25-ാം വയസ്സിൽ തന്നെയാണ്. ഇരു കൂട്ടരുടെയും നിശ്ചയം ഒരുമിച്ച് ശുഭമുഹൂർത്തത്തിൽ തന്നെ നടത്തുന്നതാണ് ഉചിതം. തിരുമേനി ഇപ്പോഴും പറഞ്ഞില്ല അനർത്ഥം എന്താണെന്ന്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഒത്തുചേരലിനെ ആർക്കും തടുക്കാൻ കഴിയില്ല. പക്ഷേ ചില അനർത്ഥങ്ങൾ അത് സംഭവ്യം തന്നെയാണ്. അതിനെ ആർക്കും തടുക്കാൻ കഴിയില്ല. ചില ദുഷ്ടശക്തികളുടെ ഇടപെടൽ മൂലം
അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു വിലാപം ഉണ്ടാവാൻ ഇടയാകും. ഭയപ്പെടേണ്ട, എല്ലാം ഈശ്വര നിശ്ചയമാണ്. ഈ അനർത്ഥം വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. അതിലൂടെ ചില ദോഷങ്ങൾ പൂർണ്ണമായും വിട്ടുമാറും. ആ അനർത്ഥം ചില പാപങ്ങൾക്കുള്ള ശിക്ഷയാണ്. എല്ലാറ്റിനും സഹനശക്തി ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എൻ്റെ കൃഷ്ണ, എന്താ എനിക്ക് പറ്റണേ? എന്തോ ഒരു വല്ലായ്മ പോലെ, എൻ്റെ മനസ്സിന് എന്തോ ഒരു ഭാരം പോലെ തോന്നിക്കണു. എന്താ എൻ്റെ കൃഷ്ണ സംഭവിക്കണേ? ഹലോ, ആ ദേവ, ഞങ്ങൾ ഇപ്പോൾ തന്നെ വരാം. എന്താ ഹരി? ഏട്ടാ ദേവനാ വിളിച്ചത്. ദേവന് എന്തോ ആക്സിഡൻ്റ് ഉണ്ടായിന്ന്. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അയ്യോ എൻ്റെ കൃഷ്ണ. ഏട്ടാ നമുക്കിപ്പോൾ തന്നെ പോകണം. ദേവന് നമ്മളെ കാണണമെന്ന് പറഞ്ഞു. നീ വാ ഹരി. അമ്മ ഞങ്ങളിപ്പോൾ വരാം. അമ്മ അച്ഛനോടും മുത്തശ്ശിയോടും ഒന്ന് പറയണം. ആ ശരി മോനെ, നിങ്ങൾ പോയിട്ട് വാ. എൻ്റെ കൃഷ്ണ, ആ കുട്ടിക്ക് ഒരു ആപത്തും വരുത്തല്ലേ. കാത്തോണേ എൻ്റെ കൃഷ്ണ. വല്യമ്മേ, ഏട്ടന്മാരെവിടേക്കാ പോയേ? അത് ആ കുട്ടിയില്ലേ ദേവൻ, ആ കുട്ടിക്ക് എന്തോ ആക്സിഡൻ്റ് ഉണ്ടായെന്ന് വിളിച്ചു പറഞ്ഞു. അവിടേക്ക് പോയതാ അവർ. എൻ്റെ കൃഷ്ണ, ദേവേട്ടൻ